അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 17-ാം യൂണിറ്റിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ടെക്സ്റ്റിൽ ഇൻഫോർമൽ ലെറ്ററുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഫോർമൽ ലെറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബക്കാർ, അല്ലെങ്കിൽ ചങ്ങാതിമാർ, അല്ലെങ്കിൽ നമുക്കറിയുന്ന പരിചയമുള്ള ആളുകൾ, അവർക്ക് എഴുതുന്ന കത്തുകൾക്കാണ് ഇൻഫോർമൽ ലെറ്ററുകൾ എന്ന് പറയുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് ബന്ധമുള്ള ആളുകൾ, അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് നമുക്ക് ബന്ധമുള്ള ആളുകളുമായിരിക്കാം. പക്ഷെ നമുക്കെന്താണ്, കൂടുതൽ ബന്ധമുള്ള ആളുകളിലേക്ക് നമ്മൾ എഴുതുമ്പോൾ അത് ഇൻഫോർമൽ ലെറ്ററായിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. ആ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടുള്ളത്, ആരാണോ എഴുതുന്നത് അഥവാ എഴുതുന്ന മുർസിൽ ആരാണോ കത്ത് എഴുതുന്നത്, ഞാൻ കത്ത് എഴുതുകയാണെങ്കിൽ എൻ്റെ അഡ്രസ്സ് കൊടുക്കേണ്ടത് ഈ പേജിൻ്റെ കത്തിൻ്റെ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ടാണ്. അങ്ങനെ ഇടത് ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ ഈ കത്ത് വായിക്കുന്ന ആൾക്ക് ആർക്കാണ് ഞാൻ മറുപടി അയക്കേണ്ടത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മറുപടി അയക്കേണ്ട അഡ്രസ്സ് പെട്ടെന്ന് ഈ വായിക്കുന്ന ആൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മുർസിൽ അയക്കുന്ന ആളെന്ത് ചെയ്യണം, അയാളുടെ അഡ്രസ്സ് ഇടത് ഭാഗത്ത്, കത്തിൻ്റെ ഇടത് ഭാഗത്താണ് എഴുതേണ്ടത്. ഇനി അത് അറബിയിലേക്ക് വരുമ്പോൾ അത് വലത് ഭാഗത്താകും, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത്, നമ്മൾ മുർസൽ ഇലൈഹി അഥവാ ആരിലേക്കാണോ കത്ത് എഴുതുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതേണ്ടത് ഈ കത്തിൻ്റെ മുകളിൽ വലത് ഭാഗത്താണ്. ഇംഗ്ലീഷിലാകുമ്പോൾ വലത് ഭാഗത്താണ്, അറബിയിലാകുമ്പോൾ അത് ഇടത് ഭാഗത്തേക്കും മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ അഡ്രസ്സ് നമുക്ക് കത്തിൻ്റെ പുറത്ത് എഴുതാം. എവിടേക്കാണോ കത്ത് നമ്മൾ അയക്കുന്നത്, ആ കത്ത് എവിടേക്കാണോ എത്തേണ്ടത് ആ അഡ്രസ്സ് എന്ത് ചെയ്യാം, കത്തിൻ്റെ പുറത്തും എഴുതാം. അല്ലെങ്കിൽ കത്തിൻ്റെ ഉള്ളിൽ എഴുതുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വലത് ഭാഗത്ത് എഴുതണം, അറബിയിൽ എഴുതുമ്പോൾ ഇടത് ഭാഗത്തും എഴുതണം. മൂന്നാമത്തായിട്ടുള്ളത്, നമ്മൾ ഈ മുർസിലിൻ്റെ അഥവാ കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സ് എഴുതിയതിന് അടിയിലായിട്ട് നമ്മുടെ ആ കത്ത് എഴുതുന്ന ദിവസത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതേണ്ടതുണ്ട്. ഡേറ്റ് എഴുതുമ്പോൾ അവിടെ ദിവസം എഴുതണം, അതേപോലെ തന്നെ മാസം എഴുതണം, വർഷവും എഴുതണം. അപ്പോൾ 25/11/2025 എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഡേറ്റ് എഴുതേണ്ടതുണ്ട്. പിന്നെ ഈ വർഷം എഴുതുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത്, നമ്മുടെ ഈ കത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കോണ്ടൻറ്റ് നമ്മുടെ നമ്മുടെ കത്ത് എഴുതുന്ന ആളും കത്ത് എഴുതപ്പെടുന്ന ആളും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അനുസരിച്ചാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഉപ്പ മകനെ എഴുതുന്നതും അതേപോലെ തന്നെ ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് എഴുതുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അയാളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് നമ്മൾ കത്ത് എഴുതേണ്ടതുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കത്തുകൾ, ഇൻഫോർമൽ ലെറ്ററുകളിൽ നമ്മൾ ഒരിക്കലും ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ എന്തിനാണ് എഴുതുന്നത് ആ ഒരു കാരണം പറയണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഫോർമൽ ലെറ്ററിൽ അങ്ങനെ കാരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഒരു ലെറ്റർ എഴുതുമ്പോൾ ഞാൻ ഇന്ന കാര്യത്തിനാണ് എഴുതുന്നത് എന്ന് കാരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഇൻഫോർമൽ ലെറ്ററിൽ കൂടുതൽ സ്നേഹത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ കൂടുതൽ ലത്തീഫായിട്ടുള്ള ലഫ്ദുകളാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ അവസാനത്തിൽ ഇയാളുടെ ഒരു നിരീക്ഷണം കൂടെ ഇയാൾക്ക് പറയാം. അതേപോലെ തന്നെ അടുത്ത പോയിന്റിൽ പറയുന്നത്, ഇതിൻ്റെ അവസാനത്തിൽ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യണം, സ്നേഹത്തോടു കൂടിയുള്ള എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്ക് ആഡ് ചെയ്യണം. ഏതുപോലെ, അത്തത്തുലിയോത്തിക്ക് കരീബൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും അടുത്ത് തന്നെ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോടുള്ള ഏറ്റവും സ്നേഹത്തോടെ, അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല സ്നേഹത്തിലുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസിങ് പാരഗ്രാഫായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അവസാനമായിട്ട് പറയുന്ന പോയിന്റ്, നമുക്ക് ഈ കത്തൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു സൈൻ ചെയ്യാം. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സൈൻ ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പേര് എഴുതണം. ആ പേര് എഴുതുമ്പോൾ അതിനോട് കൂടെ നമ്മൾ ആ ഒരു ബന്ധം കാണിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം കൂടെ, ബന്ധം കാണിക്കുന്ന ഏതെങ്കിലും ഒരു പദം ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിനെ എഴുതുകയാണെങ്കിൽ ഞാനെങ്ങനെ എഴുതുക, അവസാനം സ്വദീഖിക്ക എന്ന് പറഞ്ഞാണ്ട് എൻ്റെ പേര് എഴുതും, എന്നിട്ട് അതിന് ശേഷം ഒപ്പിടും. അതേപോലെ ഇനി ഉപ്പ മകനെ എഴുതുകയാണെങ്കിൽ അബൂക്ക എന്ന് പറഞ്ഞാണ്ട് അവസാനം കൊടുക്കണം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അതേപോലെ തന്നെ ഇനി നമുക്കിവിടെ ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു മാതൃക, ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കൂ, ആ ഇൻഫോർമൽ ലെറ്റർ തുടങ്ങുന്നത് ന്യൂഡൽഹി, അഥവാ ഈ ഒരു കുട്ടി ന്യൂഡൽഹിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി തൻ്റെ വീട്ടിലേക്ക് കത്ത് എഴുതുകയാണ്. ആ കത്ത് എഴുതുന്ന സമയത്ത് ആ കുട്ടിയുടെ അഡ്രസ്സ്, ഇതിപ്പോൾ അറബി ആയതുകൊണ്ട് വലത് ഭാഗത്താണ് കുട്ടിയുടെ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഇംഗ്ലീഷ് ആണെങ്കിൽ എവിടെയാണ് കൊടുക്കുക, ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഇടത് ഭാഗത്തായിരിക്കും കൊടുക്കുക.
ആദ്യം നമ്മുടെ അറബിയുടെ രീതിയിലേക്ക് പറഞ്ഞു പോയി നോക്കാം. ആദ്യം അറബി നമുക്ക് നോക്കാം. അറബിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ന്യൂഡൽഹി അൽ ജാമിയത്തുൽ മില്ലിയ അൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞു. അത് ആരുടെ അഡ്രസ്സാണ്? ഈ കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ്. അത് അറബി ആയതുകൊണ്ട് വലത് ഭാഗത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഇന്നത്തെ ആ ദിവസത്തിൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വാലിദി അൽ ഹബീബ്, കുട്ടി ഉപ്പാക്ക് എഴുതുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് നമ്മൾ എന്ത് ചെയ്തു? അറബിക് ലെറ്റർ ആയതുകൊണ്ട് അസ്സലാം കൊണ്ട് തുടങ്ങി. പിന്നീട് ഈ ഒരു ലെറ്ററിൽ പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ അഥവാ ഇൻട്രോ പാരഗ്രാഫിൽ ഇതിന് ബോഡി ആയിട്ട് ഏകദേശം 3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതിൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് കത്ത് ചെയ്തത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ നിങ്ങളിലേക്ക് കത്ത് എഴുതുന്നു. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. അള്ളാഹുവിനാണ് സ്തുതി. അതേപോലെ തന്നെ ഈ ഒരു പട്ടണത്തിൽ എത്തിയത് മുതൽ അഥവാ ഡൽഹിയിൽ എത്തിയത് മുതൽ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കിസ്മുൽ ലോകത്തിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പഠനം ആരംഭിച്ചപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്താണ്, വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുമുട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എപ്പോൾ കാണുകയാണെങ്കിലും നല്ല സ്നേഹത്തോടു കൂടെ അല്ലെങ്കിൽ മുഖപ്രസന്നതയോടു കൂടിയാണ് എന്നോട് പെരുമാറാറുള്ളത്. അദ്ദേഹം എന്നെ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ ഞാൻ നല്ലപോലെ അനുസരിക്കാറുണ്ട്. ഞാൻ എൻ്റെ ചങ്ങാതിമാർക്കൊക്കെ പരിശ്രമത്തിൻ്റെ കാര്യത്തിലും നല്ല സ്വഭാവത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ലൊരു മാതൃകയാകാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എൻ്റെ മറ്റ് അധ്യാപകരും എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയുള്ള, അവരെന്താണ് നല്ല ആത്മാർത്ഥതയോടെ പരിശ്രമത്തോടു കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ചങ്ങാതിമാരാണെങ്കിലോ അവർ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും നല്ല സഹോദരന്മാരെ പോലെയാണ്. ഞാൻ എൻ്റെ ഉസ്താദുമാരെയും അതേപോലെ തന്നെ എൻ്റെ ചങ്ങാതിമാരൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ, അവരുമായിട്ട് പരിചയപ്പെട്ടു തുടങ്ങിയപ്പോൾ, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പിരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഏകാന്തത എനിക്ക് മാറി. ഇപ്പോൾ ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ് എന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു. ഇനി അടുത്ത അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് അവസാനത്തത് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. അതിൽ പറയുന്നത് എന്താണ്? നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ വളരെയധികം സമാധാനത്തോടെ ഇരിക്കുക. എനിക്കെന്താണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ നിങ്ങൾക്കെന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ ആയുസ്സിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവസാനിപ്പിക്കുകയാണ്. വഖിതാമൻ അസ്അലുല്ലാഹ അൻ യഹ്ഫദക്കും, അള്ളാഹുവിനോട് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അതേപോലെ തന്നെ തഹയ്യാത്തി ലി അഫ്രാദി ഉസ്റത്തിൽ കരീം, എൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ എൻ്റെ അഭിവാദ്യം നൽകിക്കൊണ്ട് വസലാമിൽ ഖാസി ലി വാലിദത്തിൽ ഹനൂൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ എന്താണ് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ വദുംതും ഫി ഹഫ്ദില്ലാഹി വരിയായത്തിഹി, നിങ്ങളെപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിത്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുക്കൽ അൽ മുത്തി എന്ന് കൊടുത്തിട്ടുള്ളത് ആരാണോ എഴുതുന്നത് അഥവാ ഈ മകനെ എഴുതുന്നതുകൊണ്ടാണ് ഇബ്നുക്കൽ മുത്തിയ എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അയാളുടെ പേരും കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് അബ്ദുള്ള. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്യാം. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ആദ്യത്തെ നമ്മുടെ ന്യൂഡൽഹി അൽ ജാമിയത്തുൽ ഇസ്ലാമിയ അതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇടത് ഭാഗത്തേക്ക് വരും. അതേപോലെ തന്നെ പിന്നീട് ഇതേപോലെ തന്നെ സലാമിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഹലോ, ആ രീതിയിലുള്ള അഭിസംബോധനകൾ ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ ബോഡി പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം ഇംഗ്ലീഷിൽ എന്താണ് കൺക്ലൂഷനും എഴുതുക. കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ തന്നെ എഴുതണമെന്നില്ല. നമുക്കെന്ത് ചെയ്യാം? നമ്മുടെ ഇംഗ്ലീഷിലായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. അവസാനിപ്പിക്കുമ്പോൾ വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? യുവർ ലവ്ലി സൺ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത്തരത്തിൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നോക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.